പ്രിയമുള്ളവരെ, മഹാത്മാഗാന്ധിയുടെ ഈ പ്രതിമയുടെ ശില്പിയാണ് ബഹുമാന്യനായ രാംദാസ്. അദ്ദേഹം ചേരാവൂർ ഗാന്ധി സൊസൈറ്റി എന്ന് പറയുന്നൊരു സംഘടനയുടെ ചെയർമാൻ കൂടിയാണ്. കഴിഞ്ഞ ഒരു 3 വർഷമായി നിരന്തരം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഈ പ്രതിമ ഇവിടെ വാങ്ങിക്കാൻ സാധിച്ചത്. എന്ന് ചോദിച്ചാൽ ഇതിന് പല നിയമപ്രശ്നങ്ങളും സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾക്ക് ഓരോ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കാരണം കഴിഞ്ഞ വർഷം ഈ പ്രതിമ നമുക്ക് അദ്ദേഹം ഇവിടെ കൊണ്ട് നൽകി. വളരെ ഭംഗിയായ മഹാത്മാഗാന്ധി ധ്യാനത്തിലിരിക്കുന്ന ഒരു പ്രതിമയാണ്. അത് ഇവിടെ വന്ന് നമുക്ക് വളരെ സത്യസന്ധമായി ഇടപെടി ചെയ്ത ഈ പ്രതിമയുടെ സ്ഥാപിക്കാൻ അത് ഉണ്ടാക്കി തന്ന വലിയൊരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറുമായ നെബു ജോണിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ആദരവ് വെക്കാൻ ഇതിന്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ചു തന്നത് വലിയ ലാഭമൊന്നും ഇല്ലാത്തൊരു വർക്കാണ്. ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് വളരെ പ്രതിസന്ധികളുള്ള ഒരു പരിപാടികളായിരുന്നു. അത് ചെയ്തു തന്ന ബഹുമാനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ 15 വർഷമായി കോൺട്രാക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാണിച്ചനെ ആദരിക്കുന്നതായിട്ട് ബഹുമാനപ്പെട്ട നെബുവിനെ ശ്രമിച്ചു. ഈ യോഗത്തിന്റെ അധ്യക്ഷയായി ബഹുമാന്യനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ വെങ്കടനെ ക്ഷണിച്ചോളൂ. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. സൗഹൃദ സിദ്ധികൾ കൂട്ടാൻ സൗഹൃദ
യോഗം വരുന്നതിന് വേണ്ടി ജനറൽ കൺവീനർ സുഭാഷ് പി വർഗീസിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പൊന്നമ്മ, വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ മിനിസ്റ്റർ വാസൻ ചേട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം നിതു ജോൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് തുടങ്ങി വേദിയിലുള്ള ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകരെ, കുടുംബശ്രീയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ, സഹോദരി സഹോദരൻ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം 4.5 വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയത് അഭിമാനത്തോടുകൂടിയാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വനിതാ ജിപ്പ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തു 15 ലക്ഷം രൂപ മുടക്കി. മനോഹരമായ ആ കാര്യം നിങ്ങളൊന്ന് പോയി സന്ദർശിച്ച് കാണേണ്ടതാണ്. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗയുടെ ഒരു പ്രദർശനം വനിതകളുടെ പദ്ധതികളുണ്ടായി. 15 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി നൽകിയിരിക്കുന്നത്. പഞ്ചകർമ്മ ചികിത്സ, അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഫണ്ട് 15 ലക്ഷമാണ് അതിന് മുടക്കിയിരിക്കുന്നത്. ആശുപത്രി നവീകരണത്തിന് 15 ലക്ഷം. ഇത്രയും തുകയാണ് ഇപ്പോൾ ഉദ്ഘാടനം നടന്ന ആയുർവേദ ആശുപത്രിക്ക് ഈ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ച് ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാക്കി മാറ്റിയത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അതിന്റെ ഇടപെടലിൽ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പ്രത്യേക സൂചിപ്പിക്കുകയും. കൂടാതെ നമുക്കറിയാം നമ്മുടെ ഈ റോഡിന്റെ ഗതാഗത പ്രശ്നം ഗുരുതരമായിരുന്നു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 10-15 ലക്ഷം രൂപ നൽകി CK മാണിയുടെ പേരിലുള്ള റോഡ് ഗ്രാമപഞ്ചായത്തിന്റെയാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ മുമ്പിലെ റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ തനതുകൊണ്ടും 75 ലക്ഷം രൂപയുടെ 75 കോടിയുടെ വീടുകളും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന തരത്തിൽ ആ കുടിവെള്ള പദ്ധതിയുടെ 20% വർക്കുകൾ മാത്രമാണ് നമുക്ക് ഇനിയും ബാക്കിയുള്ളൂ. ആ കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം തന്ന ആളുകൾ, അംഗൻവാടിക്ക് സ്ഥലം, ഒട്ടേറെ ആളുകളെ ഈ വികസനത്തിന്റെ ഭാഗമായി അവരുടെ സ്ഥലം ഗ്രാമപഞ്ചായത്തിന് വിട്ടുതന്നുകയും അത് ഗവൺമെന്റിനും ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾക്കും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. കുടുംബശ്രീക്ക് ഒട്ടേറെ ആളുകൾ, അതേപോലെ തന്നെ അംഗൻവാടിയുടെ കെട്ടിടത്തിന് സ്ഥലം തന്ന ആളുകൾ, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ കെട്ടിടത്തിന് സ്ഥലം തന്ന ആളുകൾ, നിർധനരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സൗജന്യമായ സ്ഥലം തന്നവർ, ഈ കുടിവെള്ള പദ്ധതിക്ക് വിലപിടിപ്പുള്ള സ്ഥലം പുതുപ്പള്ളി ടൗണിൽ നമ്മൾ ഇടപെട്ടതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് അതിന്റെ ഒരു പ്രതിഫലം പഞ്ചായത്ത് ശേഖരിച്ചു കൊടുത്തുവെങ്കിലും ആ സ്ഥലം തന്നു എന്നുള്ളതുകൊണ്ടാണ് ആ ടാങ്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള മുഴുവൻ ആളുകൾ അവരെ വ്യക്തിപരമായി ഇവിടെ പരിചയപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് ഞാൻ ഓരോരുത്തരും വീട്ടിലേക്ക് കടന്നു ഇവിടെ ആദരിക്കുന്നുണ്ട്. തെരിക്കേപ്പിൽ 17 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 26 ലക്ഷം മുടക്കി കളിസ്ഥലം ടർഫ് അതിന്റെ ബേസ്മെന്റ് പൂർത്തിയായിട്ടുള്ളത്. പക്ഷെ അത് മറ്റു തുടർപ്രവർത്തനം നടത്തണമെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. അതിന്റെ പ്രശ്നം നമുക്കുണ്ട്. പക്ഷെ അതിന്റെ തുടർപ്രവർത്തനം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 3 വാട്ടർ ടാങ്കുകളാണ് ഈ പ്രദേശത്ത് ഈ ഗ്രാമപഞ്ചായത്ത് മുന്നെടുത്തതെന്നാണ് പൂർത്തിയിരിക്കുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ നമ്മളിവിടെ ഈ കമ്മ്യൂണിറ്റി നിങ്ങൾക്കറിയാം, ഇത് കാറ് പിടിച്ച് മാലിന്യം നിറഞ്ഞു കിടന്ന ഒരു സ്ഥലം. ഈ പ്രദേശത്തേക്കാണ് കടന്നു വരുവാൻ പോലും പറ്റാതിരുന്ന സ്ഥലം. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ വെക്കുമ്പോൾ മുഴുവൻ മന്ത്രിമാർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും സൗകര്യാർത്ഥം വന്ന് നിൽക്കാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അനുയോജ്യമായ സ്ഥലം ഇവിടെ ഒരുക്കിക്കൊടുക്കുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിത്തീർത്തത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ ഓഡിറ്റോറിയം നിന്ന് നിങ്ങൾ ഈ പഞ്ചായത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ നാട്ടിലെ ഓരോ സംഘടനകളുടെയും പ്രവർത്തനം, വിവാഹം, സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്ക് കുറഞ്ഞ ചെലവിൽ ഹോളിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ബന്ധുക്കോസ് സഭകൾ, വിവിധ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അവരെ ആരാധനയ്ക്കായി ഞായറാഴ്ചകളിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ വിവിധ തരത്തിലുള്ള ആളുകൾ ഒരിക്കലും കിട്ടാത്ത വലിയൊരു സൗകര്യം അവർക്ക് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണത്തിലൂടെ ഒരുക്കി കൊടുക്കാൻ കഴിയും. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഗ്രാമപഞ്ചായത്ത് ഈ കമ്മ്യൂണിറ്റി ഹാളും പരിസരവും ഈ രീതിയിലാക്കി തീർത്തത് ചുരുങ്ങിയ 4 വർഷത്തെ പ്രവർത്തനമാണ്. ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടന ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു, ഇതിന്റെ പുറകിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ സ്ട്രക്ചറായി നിൽക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ മാർഗമില്ല, ഇതിന്റെ ഫണ്ട് ലഭ്യമാക്കാനുള്ള വഴിയില്ല. അന്ന് അദ്ദേഹത്തോട് നമ്മൾ ആവശ്യപ്പെട്ടു,
അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പേര് ഈ വരുന്ന സിവിൽ സ്റ്റേഷന് കൊടുക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പൊ ഞങ്ങൾക്കും ഇതിന്റെ ഭരണസമിതിക്കും എല്ലാം യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആഗ്രഹം തോന്നുന്നു. പക്ഷെ എന്താണ് മാർഗം? ഫണ്ടിന്റെ പ്രശ്നം. പല രീതിയിൽ സമീപിച്ചിട്ടും ആരും ആ കാര്യത്തിൽ നമ്മളെ പിന്തുണയ്ക്കാനോ ഫണ്ട് തരുവാനോ തയ്യാറായി. ഇപ്പോൾ 75 ലക്ഷം രൂപ പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രിയെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ അദ്ദേഹം പാലായിൽ വന്നപ്പോൾ നേരിട്ട് കണ്ടു. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട വി.എൻ. വാസവനെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട് ധനകാര്യ മന്ത്രിയുടെ മുന്നിൽ വച്ചിരിക്കുന്ന ഈ നിർദ്ദേശം അദ്ദേഹത്തെ അറിയിച്ചു. 50 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് ഈ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഇത് പൂർത്തിയാക്കാൻ നമുക്കിപ്പോൾ വീണ്ടും അതിന്റെ പദ്ധതി പണി ആരംഭിക്കാൻ കഴിയും. പക്ഷേ ഈ ഭരണസമിതിയുടെ കാലത്ത് പണി പൂർത്തിയാകാൻ സാധിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ അത് പൂർത്തിയായാൽ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയ സാധാരണ ആളുകൾക്കെല്ലാം ഒരേ കെട്ടിടത്തിൽ ഒരേ സമയത്ത് വന്ന് കാര്യങ്ങൾ സാധിച്ചു പോകാൻ പ്രത്യേകത മാറ്റും. ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പേര്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് ആ സിവിൽ സ്റ്റേഷൻ നൽകും എന്നുള്ള അഭിമാനത്തോടുള്ള തീരുമാനം ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ ഈ ഭരണസമിതി, ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോവല്ല. ആരോഗ്യ രംഗത്ത്, ചികിത്സാ രംഗത്ത്, അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾ, ധനസഹായം, കിഡ്നി ഫെയിലിയറായ 2 രോഗികൾക്ക് 25 ലക്ഷം രൂപ വീതം സമാഹരിക്കുന്നിടത്തേക്ക് അവരെ വിളിച്ചുകൂട്ടി നാട്ടുകാരുടെ സഹായത്തോടെ ഫണ്ട് ശേഖരിച്ച രോഗികൾക്ക് നൽകി. 2 പേരുടെയും ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അവർ 2 പേരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അങ്ങനെ ഏത് മേഖലകളിലൊക്കെ ഇടപെടാൻ കഴിയുമോ ആ മേഖലകളിലൊക്കെ ഇടപെടുന്നു. ഈ റോഡുകളെ സംബന്ധിച്ച് ചില സമരങ്ങളൊക്കെ നടക്കുന്നു. പയ്യപ്പാട് റോഡ് 5 കോടി രൂപ അനുവദിച്ച് BMDC നിലവാരത്തിൽ അനുവദിച്ച് കിടക്കുകയാണ്. അത് പാർലമെന്റിലെ ചില വർക്കുകൾ തീരാനുള്ളതുകൊണ്ടാണ് റോഡ് വർക്ക് നടക്കാത്തത്. ഞാൻ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ഇന്നലെ തന്നെ പാർലമെന്റിലെ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു. അതൊക്കെ MLA-മാരും മന്ത്രിമാരും ചെയ്യേണ്ട കാര്യമാണ്. 2 വകുപ്പുകളാണ്. അവരെ ഏകീകരിപ്പിക്കുന്ന ജോലി അദ്ദേഹമാണ് ചെയ്തത്. ഇവിടെ ഇരിക്കൊണ്ട് അദ്ദേഹത്തെ എത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഇന്നിപ്പോ ഈ ഹോസ്പിറ്റേഷൻ വർക്ക് പയ്യപ്പാടിൽ ആരംഭിച്ചിട്ടുണ്ട്. കാഞ്ഞിരത്ത് നിന്ന് മന്ദിരക്കരികിലേക്കുള്ള റോഡ് നമ്മൾ നേരിട്ട് നിരോധനം കൊടുത്ത റോഡാണ്. ആ റോഡിന് അനുവാദമായിട്ടുണ്ട്. അതേപോലെ മൺസൂണിന്റെ കാലത്ത് കൺസ്ട്രക്ഷൻ പാളികൾ നമ്മൾ നിബന്ധനയിൽ കിടന്നു. കളക്ടറുമായി ബന്ധപ്പെട്ടു. അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ അതിന്റെ വർക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതിലെല്ലാം പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ആ രീതിയിൽ ഒപ്പം നിന്നുകൊണ്ട് പ്രസിഡന്റിനെ ഒരു സാധാരണ വീട്ടമ്മയായി ജനിച്ചു വന്നു. വലിയ പ്രസംഗശേഷിയൊന്നും അവർക്കില്ല. പക്ഷെ നിങ്ങൾ കാണൂ, എത്രയോ വർഷം ഈ പഞ്ചായത്താണ് മുമ്പിൽ പലരും ഭരിച്ചിട്ടുണ്ട്. ഈ 4 വർഷം കൊണ്ട് ഇന്നേ വരെ ഒരു ഭരണസമിതിക്കും സാധിക്കാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുവാൻ ഈ സാധാരണക്കാരിയായി ജനിച്ചു വന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിയുമെന്നുള്ള അഭിമാനകരമാണ്. അതുകൊണ്ട് ഇന്ന് ഇന്നിപ്പം ഗാന്ധി പ്രതിമയുടെ ഉദ്ഘാടനം അനാച്ഛാദനം ബഹുമാനപ്പെട്ട മന്ത്രിയിലേക്കാണ്. ചെറിയ കാര്യമാണോ? എത്ര വർഷം നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചു. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ മനോഹരമായി സൃഷ്ടിച്ച് അത് അനാച്ഛാദനം ചെയ്യാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. ഇന്ന് ഈ 4 ഉദ്ഘാടനങ്ങളും ഒരേപോലെ ഈ ഘട്ടത്തിൽ ചെയ്ത് ഈ പരിപാടി വിജയപ്രദമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കടമ. ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനിയും ആരാധ്യമായ മണ്ഡലങ്ങളുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വി.എൻ. വാസവൻ, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. എപ്പോഴും ഈ നാട്ടുകാർ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ താമസക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി, സഹകരണ വകുപ്പ് മനോഹരമായി ഏറ്റവും സത്യസന്ധമായി നീതിപൂർവ്വം കൈകാര്യമുള്ള ശേഷി, തുറമുഖ വകുപ്പ് തന്നെ ഏൽപ്പിച്ച ഒരു വകുപ്പുകളും മോശമല്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായി ഇടപെട്ട ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ശേഷിയും പ്രാപ്തിയുള്ളയാൾ. അതോടൊപ്പം ഇവിടുത്തെ വിഷയങ്ങൾ എപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടാലും അത് കൃത്യമായി ഇടപെടാൻ സന്നദ്ധ കാണിച്ചിട്ടുള്ള പ്രിയപ്പെട്ട വി.എൻ. വാസവനെ വളരെ സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രമോദ് ചക്കാല ഏറ്റവും അഭിമാനകരമായി പറയുകയാണ്, ഈ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിന് ഏറ്റവും ശരിയായ കൊല്ലമേഖലയോടൊപ്പം ഈ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ വാർഡിൽ ആരോഗ്യ രംഗത്ത് ആ പ്രവർത്തനങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആ തീരുമാനം വളരെ അന്വർത്ഥമായിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ പ്രമോദിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ നികൂലം രാഷ്ട്രീയ മറ്റ് ചിന്തകൾക്കും അതീതമായി ഏത് കാര്യങ്ങൾ ഏറ്റെടുത്താലും ഇപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചാണ് വെള്ളിമലയിലെ റോഡ് ജില്ലാ പഞ്ചായത്തിന് കൈമാറുവാൻ ഈ ഗ്രാമപഞ്ചായത്ത് വന്നപ്പോൾ തീരുമാനിച്ചു. ഇവ വാർത്തയിൽ ഉദർന്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അറിയണം, വെള്ളിമലയിൽ തകർന്നു കിടക്കുന്ന റോഡ് അന്വേഷിച്ചപ്പോൾ ആരുടെയും ആർത്തിയിലില്ലത്. PWDയോട് ചില നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞു, നിങ്ങളിത് താറിയും അവരെങ്ങനെ താറിയും അവരുടെ ആസ്തിയിലില്ല, ആരും കൈമാറിയിട്ടില്ല. ഒരാളുടെയും ആസ്തിയിലില്ലാത്ത ആ റോഡ് ഇവിടെ ഉണ്ടായിരുന്നെന്ന് മുന്നിരുന്ന ആളുകൾ മനസ്സിലാക്കണമായിരുന്നു. ഇന്നാണ് മനസ്സിലാക്കിയത്.
അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ട് ആ റോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് അവിടെ ഫണ്ട് വിനിയോഗിച്ചത് നന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യം നമ്മുടെ ആളുകൾ കുറ്റമല്ല. ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളുകളുടെ ശ്രദ്ധയോടെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ. ആ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള നെഹ്റു ജോണിനെ സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ടോമിച്ചൻ ജോസഫിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സാബു ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ റേച്ചൽ കുര്യൻ പഞ്ചായത്തിന്റെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ശാന്തമ്മ തോമസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശാന്തമ്മ ബേബിക്കോസിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയായ ശ്രീ വത്സലമായ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സി എസ് സുധൻ എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സി എസ് സുധനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി പ്രിയാകുമാരിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ ശ്രീ മനീഷ് ചാക്കോയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇതിന്റെ സംഘാടന നേതൃത്വം കൊടുത്ത CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ശ്രീ ജോൺ കെ ബേബി, അതുപോലെ തന്നെ ഈ സംഘാടന സഭയുടെ ഭാഗമായ സജേഷ് തങ്കപ്പൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സാംഖ്യ വർക്കി, ശ്രീ രാമചന്ദ്രൻ CP BJP പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ വിമൽ കുമാർ CPI പുതുപ്പള്ളി ലോക്കൽ സെക്രട്ടറി, ശ്രീ ദീപു NCP-യുടെ നേതാവ്, ശ്രീ അശോകൻ പാണ്ഡ്യാല, അതോടൊപ്പം ശ്രീ രാജു BK തുടങ്ങിയവരെ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ശ്രീ ജിഷ ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പരിപാടി വിജയിപ്പിക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിത കർമ്മ സേനാംഗങ്ങൾ തുടങ്ങി എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് ഞാൻ വാക്കുവച്ചു. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുസഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ എൻ വാസവൻ അവരുടെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മചന്ദ്രൻ, വേദിയിലുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, ഉദ്യോഗസ്ഥ പ്രവർത്തകരെ, സദസ്സിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് നടത്തിവന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം ഇവിടെ പ്രതിപാദിച്ചു. ഇന്ന് തന്നെ 4 പദ്ധതികളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒന്ന്, ആയുർവേദ ആശുപത്രിക്ക് വിപുലവും വിശാലവുമായ സൗകര്യങ്ങൾ ഒരുക്കി ആതുര സേവന രംഗത്ത് പാവങ്ങൾക്ക് ഒരഭയ കേന്ദ്രം. 2, വനിതകൾക്കായിട്ടുള്ള ഒരു ജിംനേഷ്യം, ബോഡി ഫിറ്റ്നസ് സെന്റർ, അതും ആരോഗ്യ പരിപാലന രംഗത്ത് അനിവാര്യമായ ഒരു കാര്യമാണ്. 3, യോഗ സെന്റർ അവിടെ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള ഒരു ശരീരത്തിനെ മനസ്സെത്തുന്നിടത്ത് എത്താൻ കഴിയും. അതിന് സഹായിക്കുന്നതാണ് യോഗ. 4മത്തെ കാര്യം, ഗാന്ധി പ്രതിമയുടെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരായ കുടുംബശ്രീയുടെ പോരാട്ടവുമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ച് മുന്നോട്ട് വരുമ്പോൾ മനോഹരമായ ഈ ഓഡിറ്റോറിയം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വീക്ഷണങ്ങളിലെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. ഒരു കാലഘട്ടത്തിൽ നായ്ക്കളും അതേപോലെ തന്നെ എലിയുമൊക്കെ ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്ന, ഒരുപക്ഷെ ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന മനോഹരമായ ഈ ഓഡിറ്റോറിയമായി മാറിയതിന്റെ പിന്നിൽ ഇന്നത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഇച്ഛാശക്തിയുണ്ട്. അത് അഭിനന്ദനാർഹമാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വിവിധ വികസന വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ നടപ്പാക്കിയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഭാവനയും ധാരണയും ദിശാബോധവുമുള്ള ഗ്രാമപഞ്ചായത്താണ് ഇന്ന് ഭരണസ്വാധീന ശ്രീ പൊന്നമ്മചന്ദ്രന്റെ നേതൃത്വത്തിലുള്ളത്. തുടർന്നും അവർക്ക് ആ പദ്ധതികളും ഒക്കെയായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടുത്തെ വിവിധ റോഡുകളുടെ പ്രശ്നവും അതുമായി ബന്ധപ്പെട്ട് സഞ്ചാരയോഗ്യമായ പാതകളുണ്ടാകേണ്ടതിന്റെ പ്രാധാന്യവുമെല്ലാം ഇവിടെ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ സംയോജിതമായി സന്ദർഭവിധമായി ഇടപെടാനും
അത് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ കൊടുത്ത് ആ കാര്യങ്ങൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ശ്രദ്ധേയമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. സംസ്ഥാനത്ത് നിയമസഭ തന്നെ ഒരു ദിവസം മറ്റ് അജണ്ടകളൊക്കെ മാറ്റിവെച്ച് ലഹരിക്കെതിരായി ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ചേർന്ന് സഭാതലങ്ങളിൽ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തൊരു പ്രശ്നമാണ്. ഇതൊരു സാമൂഹ്യ പ്രശ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാ മേഖലകളിലുമുള്ള നമ്മുടെ സംഘടനകൾ, അത് മതജാതി സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ സാംസ്കാരിക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ എല്ലാം രംഗത്ത് വന്ന് ഇന്ന് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഈ കാര്യത്തിൽ തങ്ങളുടേതായ പങ്കുവഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള ലഹരിയാണ് ഏറ്റവും വലിയ അപകടകാരികളായി നമ്മുടെ മുമ്പിൽ വരികയാണ്. കഞ്ചാവ്, ചരസ്, LSD, ഹെറോയിൻ, ഹാഷിഷ്, MDMA തുടങ്ങിയിട്ടുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മുടെ യൗവനങ്ങളെ വലിയ രൂപത്തിൽ ഭ്രാന്തന്മാരാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം ഓരോ ദിവസവും നമ്മൾ കാണുന്നു. പെറ്റുതള്ളയെ കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തുന്നു. ആലോചിച്ച് നോക്കൂ, 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയുടെ നിന്ന് കത്തിയെടുക്കാൻ ഒരു മനോഭ്രാന്തനായി ഒരു യുവാവ് മുന്നോട്ട് വരുന്നെങ്കിൽ അവനെ പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഈ ലഹരിയാണ്. ഈ വലിയ രൂപത്തിലുള്ള ആപത്ത്, വിപത്ത് കുഞ്ഞാറമ്പൂരിലാണെങ്കിൽ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഒരു യുവാവ് കൊലപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എത്തിയത്. അമ്മയ്ക്ക് കൊല്ലാൻ കഴിയുന്നില്ല. അച്ഛനെ കൊലപ്പെടുത്തുന്നു, മകൻ അച്ഛനെ കൊലപ്പെടുത്തുന്നു, അച്ഛൻ മകനെ കൊലപ്പെടുത്തുന്നു. ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ഭയാനകമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മണ്ഡലത്തിന്റെ തൊട്ടടുത്തിന്റെ പള്ളിക്കത്തോട്ടിൽ പെറ്റമ്മയെ മകൻ കൊലപ്പെടുത്തിയ നമ്മൾ പത്രത്തിൽ വായിച്ചു. ഒരാഴ്ചയായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്കതിനെതിരായിട്ടുള്ള അതിശക്തിയായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് എന്റെ അഭിപ്രായത്തിൽ അത് നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കണം എന്ന രൂപത്തിലേക്കാണ്. അത് ഓരോ രംഗത്തും ലഹരി, ഏത് ലഹരിയായിരുന്നാലും ആ ലഹരി നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക്, ലഹരി മുക്ത നാടായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ബോധ നിലവാരങ്ങൾ ഉയരണം. അത് ശ്രദ്ധിക്കേണ്ടത് കുടുംബാന്തരീക്ഷങ്ങളിൽ വിശിഷ്യ പുരുഷന്മാരുൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ചില പ്രശ്നങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരികയാണ്. ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ അടുത്ത കാലത്ത് MLA ആയിരിക്കുമ്പോൾ സ്കൂളിൽ ഞാനൊരു കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. 2500ഓളം കുട്ടികളുള്ള സ്കൂളാണ്. ആ സ്കൂളിൽ ചെല്ലുമ്പോൾ 2 കുട്ടികൾ രാവിലെ ഛർദ്ദിക്കുന്നു. അപ്പോൾ ഞാൻ ആ അധ്യാപകരോട് പറഞ്ഞു, സാർ എൻ്റെ വണ്ടിയിൽ കയറി ഞാൻ കൊണ്ടുപോകാം ആശുപത്രിയിലേക്ക്, അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അപ്പോൾ ആ അധ്യാപകനോട് പറഞ്ഞു, ഞാൻ കയറി നോക്കിയിട്ട് വന്നാണ്. അധ്യാപകൻ കയറി നോക്കിയപ്പോൾ വരാൻ താമസിച്ചപ്പോൾ ഞാൻ വിളിച്ചു. ചെന്നപ്പോൾ ഒരു കുട്ടിയെ ഞങ്ങൾ ഛർദ്ദിച്ചതിന് വായന കഴിച്ചവരോട് ചോദിച്ചു, നീ എന്താ രാവിലെ ദഹിക്കാത്തത് കഴിച്ചത്? അപ്പോൾ അവൻ പറയുകയാണ്, ഇവൻ തന്നത് ഞാൻ കഴിച്ചു. അപ്പോൾ മറ്റൊരു വീട്ടിൽ ഛർദ്ദിക്കുകയും അവൻ ശ്രദ്ധ കഴിഞ്ഞപ്പോൾ അവന്റെ വായ കഴിഞ്ഞിട്ട് അവൻ ചോദിച്ചു, നീ എന്താ ഇവിടെ കൊടുത്തത്? എന്നാലും അവൻ പറയുകയാണ്, ഞാൻ രാവിലെ അമ്മ ഉണ്ടാക്കി തന്ന കരിങ്ങാലി വെള്ളം സ്കൂളിൽ കൊണ്ടുവരാൻ വേണ്ടി തന്നപ്പോൾ അത് പകുതി കവർത്തിക്കളഞ്ഞതിന് ശേഷം അച്ഛൻ ഇന്നലെ കുടിച്ചേച്ച് വെച്ച വിദേശ മദ്യം കട്ടിലടിയിലുണ്ടായിരുന്നു. അത് ഞാൻ ഇതിനകത്ത് എടുത്തൊഴിച്ചു, അവനും കൊടുത്തു, ഞാനും കുടിച്ചു, 2 പേരും ഛർദ്ദിച്ചു, വാള വെച്ചു. അപ്പോൾ ഇവരിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ സാറ് ചൂടായി. സാറ് ചൂടായിട്ട് പറഞ്ഞു, ഇവരെ ഇപ്പൊ തന്നെ വീട്ടിൽ കൊണ്ടുപോയി ശിക്ഷിപ്പിക്കണം എന്ന രൂപത്തിൽ രക്ഷാപനം. ഞാൻ പറഞ്ഞു, വേണ്ട സാർ, അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുട്ടിയെല്ലാം തെറ്റുകാരല്ല. ഇവിടെ പ്രശ്നം അച്ഛൻ കുടിച്ചത് തെറ്റ്, 2 കുട്ടികളുടെ ആകെ കുടിച്ച തെറ്റ്, 3 വീട്ടിൽ കൊണ്ടുവന്ന തെറ്റ്, 4 കുടിച്ചതിന്റെ ബാക്കി കട്ടിലിന് കീഴെ വെച്ച തെറ്റ്. ഈ 4 തെറ്റ് അച്ഛൻ ചെയ്യുമ്പോഴാണ് കുട്ടി ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത്. അപ്പൊ എവിടുന്നാണ് തുടങ്ങേണ്ടത്? നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ആണുങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ ആണെങ്കിൽ ഇത്തരത്തിൽ മദ്യത്തിന് അടിമയാകുന്ന അവസ്ഥയിലേക്ക് അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അവരുടെ പ്രയോഗങ്ങൾ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഒഴിവാക്കും. എന്ന് വിചാരിച്ച് വെളിയിൽ പോയി ചെയ്യാവുന്നതല്ല. അപ്പൊ എല്ലായ്പ്പോഴും നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ കുടുംബാന്തരീക്ഷങ്ങളിൽ ചെയ്യുന്ന കണ്ടാൽ യൗവനങ്ങൾ വഴിതെറ്റിപ്പോകാൻ അവസരപ്പെടുന്ന വഴിമരുന്ന് രൂപമായി മാറും. അപ്പൊ എവിടെ നമ്മൾ ആരംഭിക്കണം? ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ആരംഭിക്കണം. ഞാൻ പ്രതിജ്ഞ എടുക്കണം, ഞാനിത് കഴിക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ഇതൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇപ്പൊ ഒരു ശ്രദ്ധിക്കാത്ത സാധനം വരുന്നുണ്ട്. ഇപ്പൊ MDMA അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരി എടുത്ത് നാക്കിനടിയിൽ എത്തി കഴിഞ്ഞാൽ ആ കാണിക്കില്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല.
പക്ഷേ അവന് വേറെ ഒരു സ്മെല്ലും ഇല്ല, വേറെ ഒന്നും കഴിച്ചതായിട്ട് തോന്നുകയില്ല. ഇങ്ങനെയുള്ള മാരകമായ സിന്തറ്റിക് ലഹരിയുണ്ട്. ആ സിന്തറ്റിക് ലഹരി അടിച്ചിട്ടാണ് ഇന്ന് ചെറുപ്പക്കാർ ഭ്രാന്തന്മാരായി മാറി പെട്ടെന്നല്ലേ കൊല്ലപ്പെടുന്ന രൂപത്തിലേക്ക് വരുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടക്കുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സമൂഹത്തെ കാർന്നു നിന്ന വിപത്തായി ഇന്ന് ലഹരി മാറുമ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് പിടിച്ചത് 2.5 കോടി രൂപയുടെ MDMA. ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം ബിസിനസ്സാണ് മറ്റു ലോകത്ത് നിന്ന് ഉത്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പാവങ്ങളെ വലയിലാക്കി അത് പെൺകുട്ടികളും ആൺകുട്ടികളും വ്യത്യാസമില്ലാതെ കലാലയാന്തരീക്ഷത്തിൽ പ്രയോഗിക്കുന്ന രൂപത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന അപകടകരമായ സാഹചര്യവും നാം തിരിച്ചറിയണം. അതുകൊണ്ട് ലഹരിക്കെതിരെ കുരുന്നു മനസ്സുകളെ എല്ലാ അർത്ഥത്തിലും അവരുടെ സ്വപ്നങ്ങൾ ചിറകരിയുന്ന രൂപത്തിലേക്ക് വരുന്ന ഈ നീക്കത്തിനെതിരെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹം ഉയർന്നു എഴുന്നേൽക്കണം എന്നുള്ളതാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സന്ദേശം. അതുകൊണ്ട് കുടുംബശ്രീ ഇത് ഏറ്റെടുത്താൽ എനിക്കറിയാം നല്ല മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനൊരു അനുഭവം കൂടി പറയുന്നു. ചങ്ങനാശ്ശേരിയിൽ മുമ്പ് സ്വയം സഹായ സംഘം ഉണ്ടായപ്പോൾ ഞാനത് ജില്ലാ ബാങ്ക് ലക്ഷ്യമുണ്ടാകും. അവിടെ 114 സ്വയം സഹായ സംഘം ഉണ്ടായി. എല്ലാവർക്കും വായ്പ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കുടുംബശ്രീ പോലെ അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ ആ കോളനി മുമ്പ് കഞ്ചാവ് വിൽപ്പന ഉണ്ടായിരുന്നു, മദ്യം വിൽപ്പന ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ച് ഓരോ ദിവസവും അതിനെതിരായിട്ടുള്ള പോരാട്ടം ആരംഭിച്ചു. അപ്പോൾ ചങ്ങനാശ്ശേരി പോലീസിനോട് പറഞ്ഞു 130 പെറ്റീഷൻ വരെ കോളനിയിൽ ഒരു മാസം വരുമായിരുന്നു. ഈ കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം 1-2 പെറ്റീഷനായി അത് ചുരുങ്ങി. എന്റെ അർത്ഥം പെണ്ണൊരുപ്പെട്ടാൽ അവിടെ ബ്രഹ്മന് നടക്കാനാവാത്ത രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവുന്ന ബോധ്യപ്പെട്ടു എന്നാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അയൽക്കൂട്ടങ്ങൾ കുടുംബശ്രീ എല്ലാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ച് ഇത് വിൽക്കുന്നവനെ ഒറ്റപ്പെടുത്താൻ, അത് തടയാൻ, അതിനെതിരെ പോരാടാൻ എല്ലാം സംസ്കാര സമ്പന്നമായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് വരാൻ കരുത്തുള്ളവരാണ് കുടുംബശ്രീക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ലഹരിക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം കരുത്ത് പകർന്ന് ഈ നാടിനെ ലഹരിമുക്തമാക്കാനുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ ശക്തിയോടുകൂടി നിങ്ങൾക്ക് ഇടപെടാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ വിവിധ വികസന പദ്ധതികളുടെയും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. ഗാന്ധിയുടെ സ്റ്റാച്യു ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഗാന്ധിജി ഗാന്ധിസത്തോട് പല രൂപത്തിലുള്ള ഭിന്നാഭിപ്രായമുള്ളപ്പോഴും ഗാന്ധിയൻ ഫിലോസഫിയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. 1, അധ്വാനമില്ലാത്ത സമ്പത്ത് അത് ആസ്വദിച്ചു കൂട്ടും. 2, മനസാക്ഷിയില്ലാത്ത ആനന്ദം അത് ആനന്ദമല്ല. 3, ധാർമ്മികതയില്ലാത്ത വ്യാപാരം അത് വ്യാപാരമല്ല. 4, വ്യക്തിത്വമില്ലാത്ത അറിവ് അത് അറിവല്ല. 5, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം അത് ശാസ്ത്രമല്ല. 6, ത്യാഗമില്ലാത്ത മതം അത് മതമല്ല. 7, ആദർശമില്ലാത്ത രാഷ്ട്രീയം അത് രാഷ്ട്രീയമല്ല. ഗാന്ധിയൻ ഫിലോസഫിയിലെ ഈ 7 ആപ്തവാക്യങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ആ ഗാന്ധി പ്രതിമ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യാം. ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഭൂജോൺ അവരോട് ക്ഷണിക്കുന്നു. വളരെ ബഹുമാനായ ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ ഇന്ന് കൈതപ്പാലത്ത് രാവിലെ ആയുർവേദ ആശുപത്രിയിൽ തുടങ്ങി ഇപ്പോൾ ഇവിടുത്തെ 2ാമത്തെ പരിപാടിയായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഈ പുതുപ്പള്ളി പഞ്ചായത്ത് നടത്തുന്ന എല്ലാ സംരംഭങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. പഞ്ചായത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് 1952 ആണ്. 1952 നിലവിൽ വന്ന പുതുപ്പള്ളി പഞ്ചായത്ത് അന്ന് മുതൽ വിവിധ ഭരണസമിതികളുടെ നേതൃത്വത്തിൽ നിരവധിയായ പദ്ധതികളും നിരവധിയായ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തുകയുണ്ടായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ള കാര്യമാണ്. ഭരണ തുടർച്ചയായിട്ട് വന്ന ഭരണസമിതി എന്ന നിലയിൽ ഈ ഭരണസമിതി നടത്തി വന്ന എല്ലാ സംരംഭങ്ങളും അതിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പങ്കാളിയാകുവാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. പുതുപ്പള്ളി പഞ്ചായത്ത് നടത്തുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എൻ്റെ അഭിവാദ്യങ്ങൾ. കേരള സംസ്ഥാനത്തിന്റെ സഹകരണ തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VM വാസവൻ അവர்கள் മന്ത്രിക്ക് തിരക്കുള്ളതുകൊണ്ട് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി
ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിരവധി അംഗങ്ങൾ നമ്മുടെ വിവിധ പദ്ധതികൾക്കായി സ്ഥലം സൗജന്യമായി നൽകിയിട്ടുണ്ട്. അവരെ ഈ സൗകര്യത്തിൽ നമ്മൾ ആദരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ കുടിവെള്ള ടാങ്ക് നിർമ്മിക്കുന്നതിനായിട്ട് 15 സ്ഥലം ആ സ്ഥലം നമുക്ക് അവിടെ ലഭ്യമാക്കേണ്ടത് ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ള കാര്യമായിരുന്നു. അത് നമുക്ക് ആദ്യമായി വാലുവേഷൻ ലഭിച്ചത് തന്നെ 30 ലക്ഷം രൂപയാണ്. പിന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാരോട് കളക്ഷൻ എടുത്ത് 34 ലക്ഷം രൂപ നൽകിയുണ്ട്. അതിന് ബാക്കി തുക അദ്ദേഹം വേണ്ടെന്ന് തന്നെ സമ്മതിച്ച് നമുക്ക് ആ ടാങ്ക് നൽകിയ ആദരണീയനായ നമ്മുടെ സുനിൽ മത്തായി കൊടുങ്കൂട്ടിലിനെ ഇപ്പോൾ മെമന്റോ നൽകി ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കുന്നതാണ്. അദ്ദേഹം സുനിൽ മത്തായി ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി മുന്നോട്ട് കടന്നു വരണം. അടുത്തതായിട്ട് ഇതൊരു കാളിമല വാട്ടർ ടാങ്കിന് വേണ്ടി കാളിമലയിൽ തന്നെ സ്ഥലം നൽകിയ ഷാജി തോമസ് കൊല്ലപ്പറമ്പിൽ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ സ്ഥലം നൽകിയ ഷാജി തോമസ് കൊല്ലപ്പറമ്പിലെ ആദരവേറ്റു ആക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് കോട്ടയ്ക്കാട് പാറക്കാമലയിൽ കുടിവെള്ള ടാങ്കിനായി സ്ഥലം നൽകിയ ബാബു OS ജലജീവൻ പദ്ധതി കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ഈ ആദരവേറ്റ് വളരെ ബൗദ്ധനെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളും. അടുത്തതായിട്ട് തോട്ടയ്ക്കാട് ഊളയ്ക്കാമറ്റത്തിൽ ഏപ്രകാം സാർ 10 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ ഒരു കുടുംബമാണ്. തെങ്ങാക്കുഴി സാറിന്റെ കുടുംബാംഗങ്ങളുടെ എത്തിയിട്ടുണ്ട്. വളരെയധികം സ്നേഹാദരങ്ങളോടെ ഈ മെമ്മോ ഏറ്റുവാങ്ങുന്നതിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കൊല്ലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിൽ ചാണ്ടി അദ്ദേഹം 5 കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് നൽകുന്നതിനായി സ്ഥലം നൽകി. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഇടമനല്ലോ സബ്സിഡി പണിയുന്നതിനായിട്ട് 8 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. അടുത്തതായിട്ട് നമ്മുടെ തച്ചകുന്ന് 74-ാം നമ്പർ അംഗനവാടിക്ക് സ്മാർട്ട് അംഗനവാടി പണിയുന്നതിനായി ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് സഹായത്തിന്റെ കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. റവറന്റ് ഫാദർ ഫിലിപ്പ് അദ്ദേഹം 5 സെന്റ് സൗജന്യമായി യാതൊരു ഏറ്റുവാങ്ങാനായി അല്ലെങ്കിൽ അതിന് ആ വാർഡ് മെമ്പർ ജിനുക്കെ പോലെ ക്ഷണിച്ചോളൂ. അടുത്തതായിട്ട് നമുക്കറിയാം, ഇരുവനല്ലൂര് 3 സെന്റ് സ്ഥലം വിട്ടു നൽകിയ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇരുവനല്ലൂര് 85-ാം നമ്പർ അംഗനവാടിക്കാണ് സ്ഥലം കിട്ടിയ അദ്ദേഹത്തിന് ആദരപൂർവ്വം ഈ ആദരവേറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീജിത്ത് നിലവിലുള്ള പ്രസിദ്ധമായ ഇടയിലെ തിരുവേദിയാണ്. ഇല്ലെങ്കിൽ വാർഡിലെ പ്രതികരിച്ച് പ്രിയാകുമാരി അത് ഏറ്റുവാങ്ങാൻ കഴിയും. അടുത്തതായിട്ട് എറിയാട് 85-ാം അംഗനവാടിക്ക് വേണ്ടി 3 സെന്റ് സ്ഥലം ഒരു ട്രസ്റ്റാണ് നമുക്ക് നൽകിയത്. ജനസേവാ സമിതി എറിയാട് എന്ന് പറയുന്ന ട്രസ്റ്റ് 3 സെന്റ് സ്ഥലം നൽകി. അവിടെ കെട്ടിടം പണിയാൻ ഈ വർഷം ബഹുമാന്യനായ നെഹ്റു പങ്കുവച്ചിട്ടുണ്ട്. ആ കെട്ടിടം നിർമ്മിക്കാൻ അതിനുവേണ്ടി ആദരപൂർവ്വം ആ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് കഴിഞ്ഞ 2025 സാമ്പത്തിക വർഷം 100% നികുതി പിരിച്ച പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രിയങ്കരായ 7 മെമ്പർമാരുടെയുണ്ട്. ആദ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് 1-ാം വാർഡ് മെമ്പർ ഗീതമ്മ കാണക്കാലിലെ ആ ആദരവേറ്റ് വാങ്ങാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ 6-ാം വാർഡ് മെമ്പർ ജിനു കേപ്പോൾ 100% നികുതി എല്ലാ വർഷവും ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ആദരവേറ്റ് വാങ്ങാൻ വേണ്ടി വളരെ സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് 13-ാം വാർഡ് മെമ്പർ പ്രിയകുമാരി 13-ാം വാർഡ് മെമ്പർ ധന്യ എനിക്ക് 100% നികുതി പിടിച്ച് ധന്യയെ ആദരവേറ്റ് വാങ്ങാൻ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ജിനുവി കുമാർ 17-ാം വാർഡ് മെമ്പർ കഴിഞ്ഞ 2-3 വർഷമായി ആ വാർഡിൽ 100% നികുതി ഏറ്റുവാങ്ങുന്നത് ധന്യയെ ക്ഷണിച്ചുകൊള്ളു. ജിനുവി കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് 8-ാം വാർഡിലെ സ്പീക്കറിനായ CS സുധൻ അദ്ദേഹവും കഴിഞ്ഞ കാലങ്ങളിലൊന്നും അവിടെ 100% ശേഖരിക്കാത്ത ഒരു വാർഡാണ്. അവിടെ 3% നികുതി 3 പ്രാവശ്യം പിരിച്ച് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ആദരവ് സ്വീകരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയ, അതോടൊപ്പം തന്നെ നമ്മുടെ 14-ാം വാർഡിന്റെ മെമ്പർ പ്രിയകുമാരിയും ആ വാർഡിൽ നിന്ന് ആദ്യമായിട്ടാണ് 100% നികുതി പിരിക്കുന്നത്. അതായത് പ്രിയകുമാരി യോഗത്തിലേക്ക് ഈ ആദരവേറ്റ് വാങ്ങാൻ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിലെ കഴിഞ്ഞ കാലങ്ങളിൽ വയോജനങ്ങൾക്കിടയിലും സാമൂഹ്യ സേവന രംഗത്തും അതോടൊപ്പം സർവീസ് രംഗത്തും ഇപ്പോൾ കോട്ടയം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റുമായി സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ തോമസ് ബോബിനുള്ള ആദരവുകൾ നൽകുന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിൽ മെഡൽ ലഭിച്ച ആദർശിനെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അഭിലാഷിനെ ഫയർഫോഴ്സ് സർവീസില് സുദീർഘമായ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ വാങ്ങിയ ശ്രീ അഭിലാഷ് പുതുപ്പള്ളിയുടെ അഭിമാനമായ അഭിലാഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് ഞങ്ങളോടൊപ്പം ഈ നികുതി പിരിവിനും എല്ലാ ബന്ധങ്ങളിലും കൂടെ ഞങ്ങളോട് സഹകരിച്ച നമ്മുടെ അതുപോലെ കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവത്തിൽ ലളിതഗാനത്തിന് 1ാം സ്ഥാനം നേടിയ അനിലെ ആദരപൂർവ്വം ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഈ 100% നികുതി പിരിക്കുന്നതിൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഒപ്പം നിന്നാണ് ഞങ്ങൾ നികുതി പിരിക്കുന്നത്. അതിനുവേണ്ടി സഹകരിച്ച ഉദ്യോഗസ്ഥരായ അനിൽ, 8-ാം വാർഡിനെ പ്രതികരിക്കുന്ന അനിലിനെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തിരു ഈ 2 വാർഡ് 17 വാർഡുകൾ ചുമതല പിരിവ് ചെയ്യുന്നവരെ ഈ 6 വാർഡിൽ നിൽക്കുന്ന പിരിവിനെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ ശ്രമിക്കുകയാണ്. അവരാണ് ഞങ്ങളെക്കാട്ടി കൂടുതൽ നികുതി പിരിക്കുന്നതിന്റെ ശ്രദ്ധയിലെത്തുന്നത്. അതുപോലെ തന്നെ 1-ാം വാർഡിനെ പ്രതികരിക്കുന്ന അഞ്ജു സൂസൻ മേരിയെ ആദരവായി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ 12, 17 വാർഡുകളെ പ്രതികരിക്കുന്ന ധന്യയെ നമ്മുടെ സ്റ്റാഫാണ്. ധന്യയെ ആദരപൂർവ്വം ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ ആരാ പേരെന്ന് പറഞ്ഞേ? അനീഷ, ലളിതഗാന കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവത്തില് അത് കൊടുത്തു. സ്റ്റാഫിന്റെ ഇല്ലല്ലേ കഴിഞ്ഞ സജിത 14-ാം വാർഡിനെ പ്രതികരിച്ച് സജിത ഈ അവാർഡ് വാങ്ങി ആദരപൂർവ്വം ക്ഷണിക്കും. സജിത കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവത്തില് സജീവമാണ്. ലളിതഗാനത്തിലും പ്രസ്തുതിക്കും. നമ്മുടെ ആദരവുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മളോട് ചെലവഴിച്ചപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഗാന്ധി പ്രതിമ അനാച്ഛാദനമാണ്. അതിന് എല്ലാവരും അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം.
പൂങ്ങോടോ എങ്ങനെ പോരുന്നേ പള്ളിയിലോട്ട്